അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യവും 78-ാം സങ്കീർത്തനം 1-ാം വാക്യവും നമുക്ക് വായിക്കാം. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട 2 വാക്യങ്ങളാണ് നാം കേട്ടത്. ഒരു വാക്യം പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം പുതിയ നിയമത്തിൽ നിന്നുമാണ് നാം കേട്ടത്. 2 വാക്യങ്ങളിലുമുള്ള ഒരു വാക്കാണ് ഇവന് ചെവി കൊടുപ്പിൻ എന്നതും എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ എന്നും ഉള്ളത്. ചെവി കൊടുപ്പിൻ, ചെവി ചായ്പിൻ എന്നീ 2 വാക്കുകളും നമ്മുടെ സ്വർഗസ്ഥനായ കർത്താവിൻ്റേതാണെന്ന് നമുക്കറിയാം. ഈ 2 വാക്കുകൾ കൊണ്ടും അർത്ഥമാക്കുന്നത് അവൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുവിൻ എന്നാണ്. കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായ ഒരു ശാസകൻ പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാകുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവാർത്ഥമായ ശാസന എന്ന് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ലൈഫ് ഗിവിംഗ് റെബ്യൂക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മലയാളം ജീവൻ നൽകുന്ന നിത്യജീവൻ ലഭിക്കുവാൻ ഉതകുന്ന ശാസന എന്നാണ് അർത്ഥം. ഈ ഭൂമിയിലെ ഏത് വ്യക്തി നമ്മെ ശാസിച്ചാലും അതിൽ അല്പമെങ്കിലും സ്വാർത്ഥത കണ്ടേക്കാം. എന്നാൽ നമുക്ക് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി നമ്മുടെ ശാപവും പാപവും കാൽവരി ക്രൂശിൽ ചുമന്ന് ഒഴിച്ച് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും യേശുവിൻ്റെ ആത്മാവിനെ തന്ന് നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാം വീണ്ടും പാപത്തിലും ശാപത്തിലും വീഴാതിരിക്കേണ്ടതിന് ആവശ്യമായ ഉപദേശങ്ങളാണ് നൽകുന്നത്. കാര്യങ്ങളെല്ലാം നമുക്കറിയാമെങ്കിലും വീണ്ടും നാം യേശുവിൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ അതിന് പ്രാധാന്യം ഓർക്കുവാനും മനസ്സിലാക്കുവാനും ഇടവരും. ആയതിനാൽ ദൈവം നമുക്ക് തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മൂലം സൗജന്യമായി തന്ന നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് കർത്താവ് ഉപദേശിച്ചിട്ടുള്ള ഉപദേശങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. ഏതെല്ലാം ഉപദേശങ്ങൾക്കാണ് നാം ചെവി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്നാമതായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അഥവാ ഉപ്പ് ആകേണം. മത്സ്യം മുതലായ ആഹാര സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ആഹാര സാധനങ്ങൾക്ക് രുചി ഉണ്ടാകുവാനും ഉറച്ച് കട്ടിയായ പ്രതലമായ ചെങ്കല്ല് തുടങ്ങിയവയെ ദ്രവിപ്പിക്കുവാനും ഉപ്പ് ഉപയോഗിക്കുന്നു. കൂടാതെ ഒരു പാത്രത്തിൻ്റെ മധ്യഭാഗത്ത് അല്പം ഉപ്പ് ഇടുകയും അതിന് ചുറ്റിലും മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ സൂക്ഷിക്കുകയും ചെയ്താൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഉപ്പ് ഉരുകി മസാലകളെ ഉപ്പിൻ്റെ രുചിയുള്ളതാക്കി തീർക്കുന്നു. എന്നാൽ ഉപ്പിന് മസാലകളുടെ രുചി വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. നാം ഉപ്പുള്ളവരാണെങ്കിൽ മറ്റുള്ളവരുടെ സ്വഭാവം നമ്മിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നമ്മിലുള്ള വിശുദ്ധ സ്വഭാവം മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കും. കേടുകൂടാതെ വസ്തുക്കളെ സൂക്ഷിക്കുവാനുള്ള കഴിവ് ഉപ്പിനുള്ളതുപോലെ പാപികളായ വ്യക്തികൾ നശിച്ചു പോകാതെ അവർ ദൈവസന്നിധിയിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും കഴിവും ഉപ്പുള്ള അഥവാ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കുണ്ട്. ഒരു മനുഷ്യൻ ഉപ്പുള്ളവനായി തീരുവാനുള്ള മാർഗം, വിശുദ്ധി ഉള്ളവനായി തീരുവാനുള്ള മാർഗം യേശു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് ലേഖനങ്ങളിൽ വായിക്കുവാൻ കഴിയും. മറ്റുള്ളവരുടെ നന്മയ്ക്ക് അവരെ ശത്രുവെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവർ ഇടറിപ്പോകുവാൻ ഇടയാകാതെ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഉതകും വിധം സ്നേഹത്തോടെ കോപിച്ചാൽ അത് പാപമല്ല. മറ്റുള്ളവരെ അധിക്ഷേപിക്കും വിധവും മറ്റുള്ളവർ ഇടറുന്ന രീതിയിലും നാം കോപിച്ചാൽ അത് പാപം തന്നെയാണ്.
മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നും ഉപേക്ഷിച്ചവളെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഭിക്ഷ കൊടുക്കുമ്പോൾ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ സകല മനുഷ്യരോടും ക്ഷമിക്കണമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ത് തിന്നും എന്ത് ഉടുക്കും എന്ന ഭാവിയെക്കുറിച്ച് ആകുലപ്പെടരുത് എന്ന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ആരെയും കുറ്റം വിധിക്കരുതെന്ന് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവിൻ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന മുന്നറിയിപ്പ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൗതിക നന്മകളിൽ നാം ആകൃഷ്ടരാകും വിധം കള്ളപ്രവാചകന്മാർ വലിയ പ്രവചനങ്ങൾ നടത്തും. ഭൂമിയിൽ സമ്പത്ത് ഉണ്ടാക്കുവാൻ വളരെ താല്പര്യം വരുമാറ് പ്രവചനം നടത്തുവാൻ കള്ളപ്രവാചകന്മാർ ഉത്സാഹിക്കാറുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുതെന്നാണ്. എവിടെയാണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് യേശു ആ കൽപ്പന തന്നത്. ഭൂമിയിലല്ല, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. കള്ളൻ എടുക്കാത്തതും പുഴു അരിക്കാത്തതും ആയ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവിൻ എന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ യേശു കർത്താവിൻ്റെ ഈ ഉപദേശങ്ങളെ കേട്ടിട്ട് യേശുവിനെ പരിഹസിച്ചു. അത് ഇന്നും ഒരു പക്ഷെ കാണുവാൻ കഴിഞ്ഞേക്കാം. ഓർക്കുക, യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പാപം ചെയ്യാതെ ജീവിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ വിവേചിക്കുവാൻ കഴിയൂ. ആയതിനാൽ നമ്മിൽ പാപം ഉണ്ടാകുവാൻ ഇടവരാതെ തന്നെത്താൻ സൂക്ഷിക്കണം. ഒരു മനുഷ്യനെയും നിന്ദിക്കുകയോ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യാതെ, പൊട്ടച്ചൊല്ലും കളിവാക്കുകളും പറയാതെ യേശു നമുക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കണമെങ്കിൽ യേശുവിൻ്റെ ആത്മാവിന് കൂടാതെ സാധ്യമല്ല. യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുവാൻ അല്പം പോലും പ്രയാസമുണ്ടാവുകയില്ല. അപ്രകാരം നാം യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് ഉപ്പുണ്ടാകുന്നത്, വിശുദ്ധി ഉണ്ടാകുന്നത്, നാം വെളിച്ചമുള്ളവരായി തീരുന്നത്. അനേക പാപികളെ നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശുവിൻ്റെ ഉപദേശങ്ങൾ നാം അനുസരിച്ചാൽ നമുക്ക് സാധ്യമായി തീരും. യേശുവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. അവൻ്റെ ആത്മീക വീട് എത്ര പ്രതിസന്ധി വന്നാലും തകരുകയില്ല. കാരണം ആഴെ കുഴിച്ച് പാറമേലാണ് അവൻ്റെ ആത്മീക ഭവനം അവൻ പണിതിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം അനുസരിച്ച് ജീവിക്കുവാനായി യേശു കൽപ്പിച്ചിട്ടുള്ള നിത്യജീവൻ അവകാശികളായി തീരുവാൻ ഉപകരിക്കുന്ന കൽപ്പനകൾ കേട്ട് അനുസരിക്കുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്ന് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24, 25 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഷ്ടതകളും രോഗങ്ങളും പരാജയങ്ങളുമായ മഴ എത്ര ആർത്തു പെയ്താലും, പ്രതികൂലങ്ങളാകുന്ന വെള്ളം എത്ര പൊങ്ങിയാലും, ഈശാനമൂലനെപ്പോലെ കഷ്ടതകളുടെയും വേദനകളുടെയും പരിഹാസങ്ങളുടെയും കൊടുങ്കാറ്റ് ജീവിതപ്പടകാകുന്ന വീടിൻ്റെ മേൽ ആഞ്ഞടിച്ചാലും, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരുടെ വിശ്വാസം നഷ്ടപ്പെടുകയോ അവരെ നിരാശ ബാധിക്കുകയോ യേശുവിൽ നിന്നും പിന്മാറിപ്പോവുകയോ ചെയ്യാതെ യഹോവയാം യാഹിലുള്ള ശാശ്വത പാറയായ, യുഗങ്ങളുടെ പാറയായ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അവർ അഭയം പ്രാപിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. കാരണം 91 സങ്കീർത്തനം 15 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കഷ്ടകാലത്ത് ദൈവവചനം അനുസരിക്കുന്നവരോടുകൂടെ യേശു ചേർന്നിരിക്കും. സദൃശവാക്യങ്ങൾ 24 അധ്യായം 10 വാക്യത്തിൽ കൂടി യേശു നമ്മോട് പറയും, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ എന്ന്. യിരെമ്യാ പ്രവചനം 12 അധ്യായം 5 വാക്യത്തിൽ യഹോവ യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ യേശു നമ്മോടും ചോദിക്കും, കാലാളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാന ദേശത്ത് നീ നിർഭയം വസിക്കുന്നു, എന്നാൽ യോർദാൻ്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? തന്നെയുമല്ല, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 33 വാക്യത്തിൽ യേശു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആകയാൽ 78 സങ്കീർത്തനം 1 വാക്യത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 9 അധ്യായം 7 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ചെവി കൊടുത്ത് യേശു തരുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് കാരമുള്ള ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചമായും ജീവിച്ചുകൊണ്ട് അനേകരെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുകയും നമുക്കും അവർക്കും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശയും ധൈര്യവും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.